ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ അതേ സമയം നിങ്ങൾ കണ്ടല്ലോ, സമയം ഇപ്പോൾ 11:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, രാത്രിയാണ്. അപ്പോൾ വേറെ അങ്ങ് അല്ല കേട്ടോ, നമ്മളൊന്ന് കറങ്ങാൻ പോവുകയാണ്. കുറേ നാളായി ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഒരു നൈറ്റ് റൈഡ്. അപ്പോൾ ഞങ്ങൾ 3 കൂടെ ആണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് കറങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന വി പാർക്കിലാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയാൽ നമ്മൾ ഇങ്ങോട്ടാണല്ലോ മിക്കവാറും വരുന്നത്. അപ്പോൾ അതിന്റെ മുന്നത്തെ വ്ലോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിരിക്കും ഈ സ്ഥലം. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്നത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കുഞ്ഞുമണിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം നടക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നടക്കുകയാണ്. കുഞ്ഞുമണി ഇപ്പൊ അമ്മക്കുട്ടി ആണെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛക്കുട്ടിയാണ് കേട്ടോ. അച്ഛനെ മതി പുറത്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ അവർ തമ്മിലായി, ഞാൻ അങ്ങ് പുറമ്പോക്കാട്ടോ. നമ്മൾ ആരും ഇല്ലാത്ത രീതിയാണ് ഇവർ രണ്ടുപേരും നടത്താണ്ടാ തോന്നുന്നത്. പിന്നെ ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ചെസ് കളിക്കുന്നുണ്ട്, ക്യാരംസ് കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ നമ്മളിവിടെ സ്ഥിര സ്പോട്ടിൽ വന്നു കേട്ടോ, അവൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ മുന്നത്തെ കണക്ക് അത്രയും തിരക്കൊന്നുമില്ല കേട്ടോ, നല്ല രീതിക്ക് തിരക്ക് കുറവായിരുന്നു. പിന്നെ കുറേ കുട്ടി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെക്കേഷൻ അല്ലേ. അപ്പൊ എല്ലാവരും രാത്രി കറങ്ങാനിറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ പുതിയതായിട്ട് റേസ് എലമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു മുന്നത്തെ കാട്ടിലും. ഇപ്പം അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ സംഭവം കാണുന്നത്. ഇവിടെ പുതിയതായിട്ട് ലൈബ്രറി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ലൈബ്രറി ഇവിടെ ഉള്ളത് നല്ല കാര്യമായിട്ടോ. അപ്പോൾ വായിക്കേണ്ടവർക്ക് വായിക്കാലോ, അത്രയും സമയം പോയി കിട്ടും, പുതിയ അറിവൊക്കെ നമുക്ക് നേടാലോ, എന്തായാലും നല്ല കാര്യമാണ്. അങ്ങനെ കുറെ ബുക്കൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് കേട്ടോ ഈ ബുക്ക് എന്റെ കണ്ണിൽ ഉടക്കിയത്. ന്യൂ ജനറേഷൻ പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് 2-3 പേജ് ഉള്ളടക്കമൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളി ബുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ പറയുന്നുണ്ടായിരുന്നത്. കുറച്ച് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ അമ്മമാരുടെ ലൈഫൊക്കെ അല്ലേ, അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കിട്ടുവാണെങ്കിലൊക്കെ ഈ ബുക്ക് വാങ്ങി വായിച്ചോ. അങ്ങനെ പിന്നെ അതൊക്കെ വായിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്ഥിര ഹോബിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഫോട്ടോ വീഡിയോ എടുപ്പൊക്കെ. അങ്ങനെ അച്ഛന്റെ മോളുടെ അഭ്യാസങ്ങളായിരുന്നു കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നേ. എനിക്ക് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് തന്നെ 1 മണിക്കൂറായി, സമയം ഇപ്പം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയ വഴി കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയ അമ്പലത്തിലെ ആറാട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വിളക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിര സ്പോട്ടിൽ എത്തിയിട്ടോ. നമ്മളിവിടെ രാത്രിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ഒന്നും കുടിക്കാതെ പോയില്ലല്ലോ. ചേട്ടാ ഒരു ചാർജാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു അവിൽ മിൽക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിക്കുള്ള ചാർജ് ഇവിടുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുത്തി അവിടുന്ന് സ്ട്രോയിൽ വലിച്ചെടുക്കാൻ നോക്കണം, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇത്രയും തണുപ്പിൽ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചേട്ടാ അതിന്റെ പുറത്തുള്ള കോൺഫ്ലക്സ് കുറച്ച് വാരി കൊടുക്കുകയാണ്. അത് വാരി കൊടുക്കുന്നതിന്റെ ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എന്റെ അവിൽ മിൽക്ക് പിന്നെ കയ്യിലെത്തി കിട്ടും. പിന്നെ അവിൽ മിൽക്ക് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് മറ്റേ ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എവിടെയൊന്നോ ഉത്സവം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫ്ലോട്ടാണ്. അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലോട്ട് കണ്ട കുഞ്ഞുമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മഹാവിഷ്ണുവിന്റെ ഫ്ലോട്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് അടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം കാണാറുള്ള കാഴ്ച തന്നെ കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളിമൂങ്ങയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ കുഞ്ഞുമണിയുടെ ഫേവറേറ്റ് ആയി ശിവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കറക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ. ബൈ ബൈ, സീ യു.